ഇന്നലെ ലോക്സഭയിൽ ബ്ലാക്ക് സ്പോട്ടുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചർച്ച ഇന്നത്തെ ചർച്ചയിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ? അതെ, അത് ഇല്ല. അത് അതിനായി ഓൺഗോയിങ് വർക്കിന്റെ കാര്യം നടന്നു. ഇത് പ്രത്യേകിച്ച് കാര്യം ഡിസ്കഷനിൽ വന്നിട്ടില്ല. സംസ്ഥാനത്തിന്റെ പാത പല സ്ഥലങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്, യാത്ര ദുഷ്കരമാണ്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഏതൊരു റോഡുകൾ പോയാലും ഇടപെടി റോഡുകളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളതാണ്. യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയോ? നിങ്ങൾ പറഞ്ഞേ പറ്റുന്ന നേരത്തെ നിങ്ങൾ യാഥാർത്ഥ്യം പറഞ്ഞത്. അങ്ങനെ അഭിപ്രായമില്ല. പൊതുവെ കേരളത്തിലെ റോഡുകളൊക്കെ നല്ല റോഡുകളാണ്. എന്നാൽ ഒറ്റപ്പെട്ട ഏതെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ പരിശോധിക്കാം, അത് പരിശോധിച്ച് പോകാം. കേരളത്തിലെ പൊതുവെ റോഡുകൾ നല്ല റോഡുകളാണ്. നല്ല റോഡുകളെക്കുറിച്ച് പറയാൻ പൊതുവെ ആളുകൾക്ക് മടിയാണ്. എവിടെയെങ്കിലും കുഴപ്പമുള്ള വിഷയങ്ങളാണെങ്കിലും പറയാം. എങ്ങനെയാണ് കുഴപ്പം വരുന്നത് നമ്മൾ പരിശോധിക്കണ്ടേ? സർക്കാരിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളുണ്ട്, സർക്കാരിൻ്റെ കയ്യിൽ നിൽക്കാത്ത പ്രശ്നങ്ങളുണ്ട്. സർക്കാരിന് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നം എന്താ? റോഡ് നിർമ്മാണത്തിൽ തെറ്റായ പ്രവണത പാടില്ല. റോഡ് നിർമ്മാണത്തിൽ തെറ്റായ പ്രവണത കാരണമാണ് പല സംസ്ഥാനങ്ങളിലെയും റോഡുകളിൽ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ മുമ്പ് 2016 മുമ്പ് ചില പ്രശ്നങ്ങളുണ്ടായത് റോഡ് നിർമ്മാണത്തിലെ തെറ്റായ പ്രവണതയാണ്. നമ്മൾ ചെലവഴിക്കാൻ കൊടുക്കുന്ന തുക മുഴുവൻ ചെലവഴിക്കപ്പെടുന്നില്ല, സുതാര്യത ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരു സംസ്ഥാന സർക്കാരിന് പരിഹരിക്കാൻ പറ്റും. അതിനെന്തൊക്കെയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്? ഒന്ന്, സുതാര്യത ഉറപ്പുവരുത്താൻ നീലയും പച്ചയും ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേരളത്തിൽ വന്നവർ. പുതിയ റോഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര കാലം ആ റോഡിൻ്റെ പരിപാലന കാലാവധി ഉണ്ട് എന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തി അതിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ച് പച്ച ബോർഡ് വെച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്ക് വിളിച്ചു പറയാൻ പറ്റും. അങ്ങനെ ഒരു ബോർഡ് വെച്ചോടുകൂടി റോഡ് നിർമ്മിക്കുന്നവർ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. എന്തെങ്കിലും തെറ്റായ രീതി ഉണ്ടെങ്കിൽ നാട്ടുകാരെ തന്നെ ചോദ്യം ചെയ്യുന്ന സ്ഥിതി വരും. പിന്നെ ഒരു പരിപാലന കാലാവധി കഴിഞ്ഞ പുതിയ റോഡ് ഒരു കൊല്ലത്തേക്ക് മുൻകൂട്ടി കോൺട്രാക്റ്റ് നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനം റണ്ണിങ് കോൺട്രാക്ട് സംവിധാനം, നീല ബോർഡ് വെച്ച് അതും വന്നു. അവിടെയും ജനങ്ങൾക്ക് അറിയാം ഏതൊരു കൊല്ലത്തേക്കാണ് കരാർ, ഇന്ന കരാറുകാരനാണ്, പേരുണ്ട്, ഫോൺ നമ്പറുണ്ട്, ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പറുണ്ട്. സുതാര്യത ഉറപ്പുവരുത്തുന്നു. പിന്നെ കരാറുകാരിലും ഉദ്യോഗസ്ഥരിലും ഭൂരിപക്ഷവും നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ്. എന്നാൽ ഒരു ചെറു ന്യൂനപക്ഷം എല്ലാ മേഖലയിലുള്ളതുപോലെ തന്നെ ഈ മേഖലയിലും തെറ്റായ പ്രവണതകളുടെ പിടിയിൽപ്പെടുന്നവരാണ്. അവരോട് സർക്കാരിൻ്റെ സമീപനം എന്താണ്? അവരോട് സർക്കാർ എന്തെങ്കിലും നിലയിൽ സന്ധി ചെയ്യുന്നുണ്ടോ? അതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അവരോട് സന്ധി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എണ്ണം കൂടും. അവരോട് സന്ധി ചെയ്യുന്ന ഒരു സർക്കാരാണെങ്കിൽ തെറ്റായ പ്രവണതയുടെ ഭാഗമായി നിൽക്കുന്ന മനുഷ്യന്മാരുടെ എണ്ണം കൂടുകയല്ല കുറയുന്നത്. എന്തുകൊണ്ടാണ്? അത്രയ്ക്ക് നടപടി എടുത്തിട്ടുണ്ട്. ടെർമിനേറ്റ് ചെയ്തവരുടെ എണ്ണം കൂട്ടമായി ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്, നടപടി എടുത്തിട്ടുണ്ട്, ജീവനക്കാരെ നടപടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ എണ്ണം നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഈ 2016 LDF സർക്കാർ വന്നതിന് ശേഷം ഇതുവരെയുള്ള എണ്ണം പരിശോധിച്ചാൽ തെറ്റായ പ്രവണതയ്ക്ക് ഒരു സാധ്യതയുമില്ല. ഒരു തരത്തിലും സർക്കാർ അതിനോട് സന്ധി ചെയ്യില്ല എന്നുള്ള നിലപാടാണ് ഈ രണ്ട് ഗവൺമെൻറ്റുകൾ എടുത്തു വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങൾ ചെയ്യുന്നു, സുതാര്യത ഉറപ്പുവരുത്തുന്നു. പിന്നെ സർക്കാരിൻ്റെ കയ്യിൽ നിൽക്കാത്തൊരു പ്രശ്നമുണ്ട്, കാലാവസ്ഥയാണ്. മഴ നിങ്ങൾക്കൊക്കെ അറിയാലോ, മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. ഈ ഡൽഹിയിൽ തന്നെ മഴ പെയ്താൽ ഇവിടുത്തെ പല റോഡിൻ്റെ സ്ഥിതി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടില്ല. ആ മഴ പെയ്യുന്ന വിഷയത്തിനും പരിഹാരം കാണാൻ ഞങ്ങൾ ഇടപെടും. അയ്യോ മഴ, കാലാവസ്ഥ മോശമാണെന്ന് നിലവിളിച്ച് കരയും, എല്ലാം കാലാവസ്ഥയെ കുറ്റപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്. ഒന്ന്, ഡ്രെയിനേജുകൾ, ഡിസൈൻ റോഡുകൾ വേണം. ഡിസൈൻ റോഡുകളും ഡ്രെയിനേജുകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒഴുകുന്ന ഈ മഴവെള്ളം കുത്തിയൊലിച്ച് പോകാൻ വേണ്ടി പറ്റും. അത് പലയിടത്തും ഇല്ല. അത് പരിഹരിക്കാൻ ഡിസൈൻ റോഡുകൾ കൊണ്ടുവരുന്നു, ഡ്രെയിനേജ് സംവിധാനം കൊണ്ടുവരുന്നു, എല്ലാ കേബിളുകളും ഡക്റ്റുകളിലൂടെ ഇട്ടുകൊണ്ട് പറ്റുന്ന റോഡ്. അപ്പോൾ ഈ കുടിവെള്ളത്തിന് വേണ്ടി റോഡ് കുത്തിപ്പൊളിക്കേണ്ട പ്രശ്നം വരുന്നില്ല. പഴയ റോഡൊക്കെ ഇപ്പോൾ കുത്തിപ്പൊളിക്കുക. പുതിയ റോഡ് നിർമ്മാണം ഒന്നും പുതിയ റോഡുകളിൽ കുടിവെള്ളത്തിന് വേണ്ടി കുത്തിപ്പൊളിക്കേണ്ട. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതോടൊപ്പം കാലാവസ്ഥയെ ഇങ്ങനെയൊക്കെ ചെറുക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ കാലാവസ്ഥയിൽ റോഡുകൾ നിർമ്മിക്കാൻ പറ്റുക? മഴയത്ത് റോഡ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. മഴയത്തൊരു ടാറിങ് നടന്നാൽ നിങ്ങൾ തന്നെ വെറുതെ വിടൂലല്ലോ, ക്യാമറയിലൊക്കെ എടുക്കൂലേ, ചെയ്യാം. അപ്പോൾ മഴയത്തും കേരളത്തിന് പറ്റിയ കാലാവസ്ഥക്ക് അനുസരിച്ചുള്ള റോഡ് നിർമ്മാണം എങ്ങനെ പറ്റുമെന്നുള്ളതിന് അന്തർദേശീയ തലത്തിലുള്ള വിദഗ്ധരെ കൊണ്ടുവന്ന് ഞങ്ങൾ പല കാര്യങ്ങളും പഠിച്ച് നടപ്പിലാക്കാനുള്ള ശ്രമവും നടത്തും. ഇതൊക്കെയല്ലേ ഒരു സർക്കാരും ചെയ്യാൻ പറ്റുക. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. സ്മാർട്ട് റോഡുകൾ നിങ്ങൾ എടുത്തു നോക്കും. ആ സ്മാർട്ട് റോഡുകൾ എല്ലാ സൗകര്യമുണ്ട്. ഇപ്പം നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന പ്രശ്നം എന്താ? നല്ലൊരു റോഡ് ടാർ ചെയ്യുന്നു, നവീകരിക്കുന്നു. പുതിയ റോഡെല്ലാം പറഞ്ഞത്, പഴയ റോഡ് ടാർ ചെയ്ത് സെറ്റാക്കി വെക്കുന്നു.
ഉടനെ കുടിവെള്ളത്തിന് വേണ്ടി അത് കീറുന്നു അല്ലേ, നമ്മൾ ചർച്ച ചെയ്യുന്നല്ലേ. അത് പിന്നെ വലിയ 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 കുഴപ്പത്തിലേക്ക്. ഇപ്പോൾ പുതിയ റോഡുകൾ എടുത്തു നോക്ക്, പുതുതായി നിർമ്മിക്കുന്ന റോഡുകളിലൊക്കെ തന്നെ ഡിസൈൻ റോഡുകളാണ്. ഇന്ത്യയിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പിൽ ഒരു ഡിസൈൻ പോളിസി നയം പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഡിസൈൻഡ് റോഡുകൾ, ഡക്റ്റുകൾ, എല്ലാ കേബിളുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് പുതുതായിട്ട് വരുന്നത്. പക്ഷേ പഴയ കുറേ റോഡുണ്ട്. പണ്ട് കാളവണ്ടി പോയ ഇടവഴികളാണ് പിന്നെ വീതി കൂട്ടി റോഡായി മാറിയത്. അവിടെ നേരത്തെ കുടിവെള്ളത്തിന് വേണ്ടി പൈപ്പ് വെച്ച ഭാഗം റോഡ് വീതി കൂട്ടുമ്പോൾ ആ പൈപ്പ് അവിടെ തന്നെയാണ് നിൽക്കുന്നത്. റോഡിനെ വീതി കിടുന്നുള്ളൂ, പൈപ്പ് നടുവിലാവും. നേരത്തെ റോഡിൻ്റെ അറ്റത്തുണ്ടായിരുന്ന പൈപ്പ് റോഡിൻ്റെ നടുവിലാവും. വാഹനം പോകുന്നു, പൈപ്പ് പൊട്ടുന്നു, വെള്ളം ഇതാവുന്നു, റോഡ് തകരുന്നു. ഇതല്ലേ പ്രശ്നം. അപ്പോൾ കൃത്യമായി നല്ല വീതിയും നല്ല ഡക്റ്റും ആ ഡക്റ്റിലെല്ലാ കേബിളും ഒക്കെ വെക്കാൻ പറ്റിയ റോഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാം. അതാണ് സർക്കാർ ചെയ്യുന്നത്. പിന്നെ തെറ്റായ ഒരു പ്രവണതയും ഈ സർക്കാരിൻ്റെ കാലത്ത് നടക്കില്ല. അതെല്ലാവർക്കും അറിയാം. ഒരു പ്രവണതയും നടക്കില്ല. ഒരു പുതിയ പദ്ധതി വന്നാൽ കാലണ കമ്മീഷൻ വാങ്ങുന്ന സർക്കാരല്ല LDF സർക്കാർ. ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേക തീരുമാനം കൈക്കൊള്ളുന്ന സർക്കാരല്ല. ഇതൊക്കെ ആർക്കും അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ അതാണ് ഈ ഗവൺമെൻറ് ചെയ്യാൻ സാധ്യമാകുന്ന കാര്യമാണ് ഈ 8 വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗുണം പൊതുവെ ഈ മേഖലയിൽ കാണാനുണ്ട്. ഇപ്പോൾ വരുന്ന ആരോപണങ്ങളും പ്രതിപക്ഷ വിമർശനവും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ടീകോമിനെ ഒഴിവാക്കുന്നതും അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ശ്രമിക്കുന്നതും അഴിമതിയും ദുരൂഹതയാണെന്നാണ് രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്. ആ വിമർശനത്തെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് അടിസ്ഥാനരഹിതമാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. വേറെ ചില വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് അടിസ്ഥാനരഹിതമാണ്. അത് ബന്ധപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. വ്യവസായ വകുപ്പ് മന്ത്രി തന്നെ അതിൽ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.